നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീടും പ്ലാനും എന്നുള്ള സെക്ഷനിൽ എൻ്റെ വീടുകൾ ആധുനികവും പൗരാണികവുമായിട്ടുള്ള അല്ലെങ്കിൽ കേരള തനിമയുള്ള വീടുകളും അതോടൊപ്പം ഇന്നത്തെ ആധുനിക രീതിയിലുള്ള വീടുകൾ ഞാൻ കാണിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ വീട് ഈ 2024 ഓഗസ്റ്റിൽ പൂർത്തിയാക്കിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതയും ആ വീടിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പരിചയപ്പെടാം. ഈ വീടിൻ്റെ ഒരു വാസ്തുപരമായ കാര്യങ്ങളും അതോടൊപ്പം അതിൻ്റെ നിർമ്മാണവും വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്തു വരുന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിയിട്ട് ആധുനിക ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആധുനിക രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് അതിനകത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഹൗസ് ഓണർ വീട്ടുടമസ്ഥൻ എന്ന് പറഞ്ഞത് വിദേശത്ത് പ്രവാസിയാണ്. അദ്ദേഹം ദുബായിലാണ്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ്, വൈഫും. അവർക്ക് വേണ്ടി ഒരു നല്ല വീട് പണിയണമെന്നുള്ള താല്പര്യത്തോടുകൂടി എന്നെ വന്ന് സമീപിക്കുകയും ഞാൻ ആ സ്ഥലം പോയി പരിശോധിച്ച് അത് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി നല്ല രീതിയിലാണ് ആ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമുക്ക് അതിൻ്റെ എലിവേഷൻ പരിശോധിച്ചാൽ അത് മോഡേണായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് അതിനകത്ത് അവലംബിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാസ്തുപരമായിട്ട് കൃത്യമായി കണക്കുകളും അതിൻ്റെ ചുറ്റളവും മുറികളുടെ കണക്കും ഓരോന്നിൻ്റെ സ്ഥാനം ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് വാസ്തുപരമായിട്ട് തന്നെയാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മൾ ശ്രീകാര്യത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 13.5 സെൻറ്റാണ് ഈ പ്ലോട്ട് ഏരിയ. അതിൽ നമുക്ക് ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് 3211 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഏരിയ ആയിട്ട് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ 1888 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 1323 സ്ക്വയർ ഫീറ്റും ആയി 3211 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ അതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ. 13.5 സെൻറ്റാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന പ്ലോട്ട് ഏരിയ. ഇത് വാസ്തുപരമായിട്ട് നമുക്ക് അതിൻ്റെ ഓരോ അളവുകൾ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നോക്കാം. വീടിൻ്റെ പര്യന്ത ചുറ്റം എന്ന് പറഞ്ഞാൽ 80 കോല് 8 അങ്കുലം ആയിട്ടാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. 80 കോല് 8 അങ്കുലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. അതോടൊപ്പം അതിൻ്റെ വീടിരിക്കുന്നത് പടിഞ്ഞാറുമാണ്. പഞ്ചയോനിയുടെ കണക്കിലാണ് വരുന്നത്. അപ്പോൾ അത് വാസ്തുപരമായിട്ട് നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ പ്ലാന് തന്നെ ആദ്യമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ദീർഘ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദീർഘം 20 കോല് 12 അങ്കുലവും വിസ്താരം 19 കോൽ 16 അങ്കുലവും. അത് സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 1476 സെൻറ്റിമീറ്റർ നീളവും 1416 സെൻറ്റിമീറ്റർ വിസ്താരമായിട്ടുള്ള ഒരു ചുറ്റളവാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദർശനം കിഴക്കാണ്. പഞ്ചയോനി അല്ലെങ്കിൽ വൃഷഭയോനിയുടെ കണക്കാണ്. 6 വരവ് ആയം 6ഉം വ്യയം 3ഉം അങ്ങനെ ഉത്തമമായ ഒരു കണക്കും കൂടെ ചുറ്റളവിൽ വന്നിട്ടുണ്ട്. 80 കോല് 8 അങ്കുലം എന്നുള്ള ഒരു ചുറ്റളവാണ് വീടിൻ്റെ പ്രധാന ചുറ്റളവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഒരു സിറ്റ് ഔട്ട്, ഹോള്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ചെറിയ ഒരു പൂജാമുറി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായിട്ടും നമ്മൾ കാണിച്ചിരിക്കുന്നത്. എല്ലാ മുറികളും തന്നെ ഇതിൻ്റെ വീടിൻ്റെ പര്യന്ത ചുറ്റും മുതൽ അതിൻ്റെ മുറികളുടെ ഓരോ മുറികളുടെ വിസ്താരം അനുസരിച്ച് അതിൻ്റെ വാസ്തു അനുസരിച്ചിട്ട് തന്നെയാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ ആദ്യം നമ്മൾ കയറുന്നത് ഒരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു ഫോയർ, ഒരു ചെറിയ ഏരിയ ഫോയറായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് തൊട്ടടുത്ത് തന്നെ ഡ്രോയിങ് ഹാള്. ആ ഡ്രോയിങ് ഹാളെന്ന് പറഞ്ഞാൽ 6 കോൽ 22 അങ്കുലവും 4 കോൽ 22 അങ്കുലവും എന്നുള്ള ചുറ്റളവാണ് ആ ഡ്രോയിങ് ഹാളിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം പിന്നെ നേരെ വരുന്നത് സ്റ്റെയർ കേസ് ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബെഡ്റൂം,
ഈ സ്റ്റെയർ കേസിൻ്റെ അതിൽ പാസ് ചെയ്ത് നേരെ വരുമ്പോൾ അവിടെ ഒരു ബെഡ്റൂമാണ്. അതിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ 6x22 അങ്കുലവും 4x22 എന്ന് പറഞ്ഞാൽ 498 × 354 ഒരു ചുറ്റളവുള്ള ബെഡ്റൂമാണ് അവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഡ്രസ് ഏരിയയും ടോയ്ലറ്റും ഉണ്ട്. നേരെ ഈ സ്റ്റെയർ മുകളിലോട്ട് കയറുന്നതിനുള്ള സ്പേസ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാണുന്നത് ഡൈനിങ് ഏരിയയാണ്. ആ ഡൈനിങ് ഏരിയ നമ്മൾ അതിൻ്റെ അവിടെ തന്നെ നമുക്ക് നേരെ മധ്യസൂത്രം, നമ്മൾ എല്ലാ പേരും പറയുന്നത് പോലെ വീടിൻ്റെ മധ്യസൂത്രം, അത് പിന്നെ ഓരോ ഈ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു നിർമ്മാണം നടത്തുമ്പോൾ തന്നെ ഇതിൻ്റെ സൂത്രവേദങ്ങൾ നമ്മൾ അത് പാലിക്കണം എന്നുള്ളത് വാസ്തുശാസ്ത്രപരമായിട്ട് പ്രധാനമാണ്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീടുകൾക്കും കൃത്യമായിട്ട് പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ അതിൻ്റെ സൂത്രവേദം അടയാതെ നമ്മളത് നോക്കിയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം അത് പോകുന്ന ലൈനിൽ മെയിൻ ഡോറ്, അത് കഴിഞ്ഞ് നേരെ ബാക്കിൽ ഒരു വിൻഡോ. അപ്പോൾ തീർച്ചയായിട്ടും മദ്യം അടയാത്ത ഒരു വീടാണ്. ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്ലാന് തയ്യാറാക്കുമ്പോൾ തന്നെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ശാസ്ത്രവിധികൾ പാലിച്ച് അത് നിർമ്മാണം നടത്തി അത് പൂർത്തിയാക്കി അങ്ങനെയുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ അനുസരിച്ച് നമുക്ക് നല്ലൊരു ഗൃഹം, ജീവനുള്ള ഒരു എനർജി ഉള്ള ഒരു വീടെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ വീടുകളും കൃത്യമായിട്ട് വാസ്തുവിദ്യ നോക്കി അതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാവുന്നിടത്തോളം പരമാവധി അതിനെ ഉൾപ്പെടുത്തി അത് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഈ വീടിനെ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ സാധാരണ ഇതിനൊക്കെ ഒരു പ്രചാരം വന്നതോടുകൂടി ഇതിന് ശാസ്ത്ര വിധികളെ നമ്മൾ എങ്ങനെ നമുക്ക് അതിനകത്ത് ഗുണപരമായിട്ടും അല്ലാതെയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇന്നിപ്പോൾ നമ്മൾ പരിശോധിച്ച സോഷ്യൽ മീഡിയ മാത്രം പരിശോധിച്ചാൽ മതി. ഞാൻ തുടങ്ങിയ സമയത്തൊന്നും ഇത്രത്തോളം സോഷ്യൽ മീഡിയ പ്രാധാന്യം ഇല്ലായിരുന്നു. എൻ്റെ തന്നെ ധാരാളം വീടിനെ പറ്റിയുള്ളതും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ, ലേഖനങ്ങളൊക്കെ ഞാൻ എല്ലാ ചാനലിലും ചെയ്തിട്ടൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്നതും ആളുകൾക്ക് ഭയപ്പെടുത്തുന്നതുമായ കുറേ കാര്യങ്ങൾ ഈ മധ്യസൂത്രത്തെപ്പറ്റിയും കർണസൂത്രത്തെപ്പറ്റിയും യമസൂത്രത്തിനെ പറ്റിയും ഇങ്ങനെ ആവശ്യമുള്ളത് പൊടിപ്പും തൊങ്ങലും വെച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഇവരിത് എവിടെ നിന്നാണ് ഈ ശാസ്ത്രങ്ങൾ ഇത്രയും പറയുന്നതെന്നാണ്. അതിനെന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമുണ്ടോ എന്നുള്ളത് ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വിലയിരുത്തിയാൽ മാത്രം മതി. എങ്ങനെയാണ് ഒരു വീട് പണിയുമ്പോൾ ഈ സൂത്രവേദങ്ങൾ, മധ്യസൂത്രം, ഈ ഇതുപോലുള്ളത് എങ്ങനെ ചെയ്യണമെന്നുള്ള എൻ്റെ ഇതുവരെയുള്ള വീട് ഞാൻ കാണിച്ചിട്ടുള്ള വീടുകൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതൊന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്നതെന്നുള്ളത് 2 ബെഡ്റൂമാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം പറഞ്ഞു കഴിഞ്ഞു, 6x22 അങ്കുലം 4x22. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത് 5x6 അങ്കുലം 5x22 അങ്കുലം എന്നുള്ള ചുറ്റളവാണ്. അതിൻ്റെ സെൻറ്റിമീറ്റർ 378 426 എന്നുള്ള ഒരളവാണ്. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് അറ്റാച്ച്ഡായിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ഒരു കിച്ചണാണ്. അതൊരു ഓപ്പൺ സ്റ്റൈലിലുള്ള കിച്ചൺ, ഡൈനിങ്ങിലേക്ക് തുറക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ സ്റ്റൈലിലുള്ള കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവെന്ന് പറയുന്നത് 372 × 360 എന്നുള്ള ഒരു ചുറ്റളവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് 5x4 അങ്കുലം 5 എന്നുള്ള ഒരു ചുറ്റളവ് വരുന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ വീടിൻ്റെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റെയർ അവിടെ കാണുന്നുണ്ട്. ആ സ്റ്റെയർ വഴി നമ്മൾ നേരെ മുകളിലോട്ട് കയറിയാൽ വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മൊത്തത്തിൽ സൗകര്യങ്ങളെന്ന് പറഞ്ഞത് 2 ബെഡ്റൂമാണ്. അതിനകത്ത് 2 ബെഡ്റൂം, ഒരു ബാൽക്കണി, ഒരു ഡ്രോയിങ് ഹാൾ, ഒരു ഫാമിലി ലിവിങ് സ്പേസ്, പിന്നെ നമുക്ക് ഒരു ചെറിയ വന്ന് കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് ഒരു ഹാളെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാളല്ല, അതൊരു അല്പം ഒരു സ്പേസാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കന്നി ഭാഗം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് അതിൻ്റെ 2ാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. അത് 5x6 അങ്കുലം
5/22 എന്നുള്ള ചുറ്റളവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ 378 എന്നുള്ള ചുറ്റളവാണ്. അതിനോടനുബന്ധിച്ച് ഒരു അൽമാര വാർഡ്രോബുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 498x354 എന്നുള്ള അളവിലുള്ള ഒരു ബെഡ്റൂമാണ്. അതിനും ഡ്രസ്സ് വിത്ത് ടോയ്ലറ്റിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഒരു ചെറിയ ബാൽക്കണിയും ഫ്രണ്ടിൽ കുറച്ചൊരു ബാൽക്കണിയായിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട ഒരു ബാൽക്കണി. അങ്ങനെ മൊത്തത്തിൽ 3211 സ്ക്വയർ ഫീറ്റും ഗ്രൗണ്ട് ഫ്ലോർ 1888 സ്ക്വയർ ഫീറ്റ്, 1323 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ ആയിട്ടുള്ള ഒരു വീടിൻ്റെ പ്ലാനാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് 2024 ഈ വർഷം ഞാൻ തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്ത് പണിത് പൂർത്തിയാക്കിയ ഒരു വീടാണ്. വളരെ മെച്ചപ്പെട്ട രീതിയിൽ അതിൻ്റെ A to Z എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലാൻ മുതൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ വർക്ക്, ലാൻഡ്സ്കേപ്പിംഗ് ഇതെല്ലാം നേരിട്ട് അർജുൻ അസോസിയേറ്റ്സ് ചെയ്തു കൊടുത്ത ഒരു പ്രോജക്റ്റാണ്. ഇതാണ് എൻ്റെ വർക്കിൻ്റെ ഒരു ഏകദേശ രൂപം. ഇപ്പോൾ നമ്മൾ 30 വർഷത്തോളമായി. അപ്പോൾ ആ 30 വർഷത്തിൽ ഞാൻ തുടങ്ങിയ ആ സമയത്തുള്ള വീടുകളും അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം നമ്മൾ കുറച്ച് കാണാൻ പറ്റി. ഇനി ഇപ്പോൾ അവസാനം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഒരു രീതിയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ആ പരിമിതമായ സ്ഥലത്ത് 13.5 സെൻറ്റുള്ള സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്ലാൻ വരച്ച് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമുക്കതിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതിന് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യമുള്ള ഒരു വീടെന്ന് പറയുന്നത് ഇതെല്ലാ ഘടകങ്ങളും കൂടുമ്പോഴാണ്. ഉദാഹരണത്തിന് നമുക്ക് അതിൽ ഓരോ കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. ആദ്യം അതിൻ്റെ സ്ഥാനം നോക്കാം, സ്ഥാനം നോക്കാം. വീടിരിക്കുന്ന പടിഞ്ഞാറ് കിഴക്ക് ദർശനം. അപ്പോൾ പടിഞ്ഞാറ് ഭാഗം കുറച്ച് ഒരു കട്ടിങ് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് തേരി അതിൻ്റെ ഈ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഗ്രൗണ്ട് താഴ്ത്തിയിട്ടാണ് ആ വീട് ചെയ്തിരിക്കുന്നത്. കാരണം അതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോപ്പർട്ടിയുടെ സൈഡിലുള്ള ഒരു വീടാണ്. അപ്പോൾ അതിനനുസരിച്ച് റീറ്റെയിനിങ് വാളൊക്കെ കൊടുത്തു ഭംഗിയായിട്ട് ആ വീട് അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളും കൂടെ അതിനകത്ത് കറക്റ്റ് ചെയ്ത് വീടിൻ്റെ പടിഞ്ഞാറ് വശം എത്ര ഇത് വേണമെന്നും തെക്ക് വശം എത്ര വേണമെന്നും വടക്ക് വശം എത്ര സെറ്റ് ബാക്ക് വേണമെന്നും നോക്കി വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ആ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2-3 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഞാൻ ഓരോ വീട് പരിചയപ്പെടുത്തുന്നതും എന്തെങ്കിലും അതിനകത്ത് പ്രേക്ഷകർക്ക് എന്നോട് പിന്നെ ഇത് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്ലാനും അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇനി അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിയാം. ആദ്യമായിട്ട് നമ്മൾ വന്ന് കാണുമ്പോൾ ഫ്രണ്ടിൽ ഒരു വരാന്തയാണ്. ആ വരാന്ത കഴിഞ്ഞ് നേരെ കാണുന്നത് ഡ്രോയിങ് ഹാളാണ്. ആ ഡ്രോയിങ് ഹാള് നമുക്ക് മെയിൻ ഡോർ തന്നെ തേക്കിൽ നല്ല രീതിയിലുള്ള ഒരു തേക്കിലുള്ള മെയിൻ ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഇൻറ്റീരിയർ അടക്കം നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു ഡ്രോയിങ് ഹാൾ. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കുള്ള പാസേജാണ്. അതിലും നമുക്ക് എൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്റ്റെയർ കേസ് മൊത്തം വുഡ് കൊണ്ട് ഗ്ലാസ് ഇട്ട ഒരു രീതിയിലാണ് അത് പണിതിരിക്കുന്നത്. ഗ്ലാസ് വിത്ത് ടീക്കുഡ് കൊണ്ടാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയാലും ആധുനിക രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്ക്, അതിനകത്ത് ഏറ്റവും ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഇൻറ്റീരിയർ വർക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ അത് തന്നെ ആവശ്യത്തിനുള്ള വാർഡ്രോബ്, ഡ്രസ് ഏരിയ ഇതെല്ലാം ഇന്നത്തെ സൗകര്യം അനുസരിച്ചിട്ട് നമ്മളതിനകത്ത് ഇൻറ്റീരിയർ വർക്കും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളിടത്ത് ഫോൾ സീലിംഗ്, അതിൻ്റെ ലൈറ്റ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ള ഒരു നല്ല ഒരു മോഡേൺ സൗകര്യമുള്ള ഒരു വീടാണ് അത്. ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ബെഡ്റൂമാണ്. അതോടൊപ്പം ഒരു ഫാമിലി ലിവിങ് സ്പേസും ഒരു ബാൽക്കണി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ബെഡ്റൂമിലും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഇൻറ്റീരിയർ വർക്കും കൂടെ അതിൻ്റെ ഈ വീടിൻ്റെ കൂടെ നമ്മളത് കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലെ ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ
2 ബെഡ്റൂമാണ് അതിനകത്തുള്ളത്. 2 ബെഡ്റൂമിലും അതിൻ്റെ വാർഡ്രോബ്, ഡ്രസ്സിങ്, വാർഡ്രോബ് എല്ലാം നമ്മൾ അതിനകത്ത് ഭംഗിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആധുനിക രീതിയിൽ ഉള്ള നമുക്ക് ഒരു നിർമ്മാണ ശൈലിയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റെയർ അതും നമ്മൾ വളരെ നന്നായിട്ട് ഗ്ലാസ്സൊക്കെ, ടഫ് ആൻഡ് ഗ്ലാസ്സൊക്കെ ഇട്ട് അത് നല്ല രീതിയിലുള്ള ആ വീടിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസ്, പിന്നെ ഒരു ബാൽക്കണി, ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട്. അതിനെയും നമ്മൾ വളരെ ഫലപ്രദമായിട്ട് അത് യൂസ് ചെയ്യാൻ കണക്കിന് അതിനെയും നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു വീടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നിർമ്മാണം, പ്ലാന് മുതൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ ഗ്രൗണ്ട് അത് കംപ്ലീറ്റ് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പൂർത്തിയാക്കുമ്പോഴാണ് ആ വീട് പൂർണ്ണമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു വീടെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട്, മുറ്റം, അതിലേക്ക് ഇറങ്ങാം. ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കൊളോണിയല്ല, ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് കണ്ടംപററി സ്റ്റൈലെന്ന് എന്തുകൊണ്ട് പറയാം. ഇത് ആ വീട്ടുകാരുടെയും കൂടെ താല്പര്യം നോക്കിയിട്ടാണ്, അവർക്കും കൂടെ തോന്നുന്ന അവരുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു എലിവേഷനിലേക്ക് ഞാൻ പോയത്. ആ എലിവേഷൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു നിർമ്മാണ ശൈലി തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ കേരളീയ ശൈലിയും ആധുനിക ശൈലിയും എനിക്ക് ഒന്നുപോലെ വഴങ്ങുന്ന ഒരു രീതിയാണെന്നുള്ളത് ഈ നിർമ്മാണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാസ്തുവിനാണ് ഞാൻ പ്രാധാന്യം കൂടുതൽ ഈ പ്രോഗ്രാമിൽ കാണിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് ഞാൻ ഒരു സെക്ഷൻ ചെയ്യുമ്പോൾ ഓരോ വീടിൻ്റെയും ഇൻറ്റീരിയറും അതിൻ്റെ പ്രത്യേകതകളും അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റി ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ വിശദീകരിക്കാനായിട്ട് അപ്പോഴും നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം ഈ എൻ്റെ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും അത് സബ്സ്ക്രൈബ് ചെയ്യും, അതിന് വേണ്ടുന്ന പ്രോത്സാഹനം തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.